ഓടിച്ചൊന്നും പറയണ്ട. രണ്ട് പൂച്ചകൾ തമ്മിൽ എന്തൊരു സീനാണെന്നറിയാം. എൻ്റെ പൊന്നറിയാം. സമയം 1 മണിയായി, ഉറക്കത്തില്ല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മില്ലുകാരൻ. ഹാവ് എ ഗുഡ് ഡേ കോൾ ഫ്രൈഡേ. അപ്പോൾ രാവിലെ കുളിച്ച് പല്ല് തേച്ച് ഡ്രസ്സൊക്കെ മാറി നേരെ വന്ന് ഈ കസറ കയറി ഇരുന്നു. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു എന്ത് ചെയ്യുമെന്ന്. അപ്പോഴാണ് കണ്ടത് മമ്മി കുറച്ച് സാധനം ആമസോണിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. 2-3 സാധനം നമുക്ക് എന്താ അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് രാവിലെ തന്നെ നമ്മുടെ വീഡിയോ എടുപ്പ് പരിപാടി അങ്ങ് തുടങ്ങി കേട്ടോ. ഇതുണ്ട്, ഒന്ന് അൺബോക്സ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഐറ്റം ഒന്നും അറിയത്തില്ല. റിങ്കിയുടെ പേരിലാണ് വന്നിരിക്കുന്നത്. സോ ഇന്നലെ റിങ്കിക്ക് ചെറിയ പണിയൊക്കെ കൊടുത്തു. ഉച്ച കഴിഞ്ഞ് ഞാൻ കേക്ക് മുറിക്കണം പ്ലാനിലായിരുന്നു. അപ്പോൾ തന്നെ അവളും റിങ്കിയും പിങ്കിയും രണ്ടുപേരും, എനിക്ക് 2 പെങ്ങന്മാരാണ് ചേട്ടാ. ഞങ്ങളുടെ വീട്ടിൽ മമ്മിയുണ്ട്, അമ്മച്ചിയുണ്ട്, റിങ്കിയുണ്ട്, പിങ്കിയുണ്ട്. പിങ്കി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഇളയ ആൾ ഡോക്ടറാണ്, ഡെന്റൽ ഡോക്ടറാണ്. ആൾ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ ബാംഗ്ലൂരിൽ പഠിക്കുന്നു. സോ ഇതാണ് എൻ്റെ ലോകം. പിന്നെ സെറ ഉണ്ട്, എൻ്റെ മോളുണ്ട് സെറ. സോ ഹാപ്പി വിത്ത് ഹോളിഡേയ്സ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് കളഞ്ഞാൽ ഓക്കെ. ഇതാ ഞാൻ കട്ട് ചെയ്ത ചെറു സോറി. മോനെ അടിപൊളി പാക്കിങ് ഒക്കെ കേട്ടോ. ഒരു വലിയ കഥ മാത്രല്ലേ. രാവിലെ തന്നെ ഒരു കൊടുവാള് കിട്ടിയിരിക്കുന്നു. എന്തിന് അതിൻ്റെ മമ്മി തെറി വിളിക്കുന്നത് ചെറുതാണോ? ഇതെന്ത് സംഭവം ഇതിപ്പോ കണ്ടില്ലേ? ഇതെന്തുവാ സംഭവം എന്ന് മനസ്സിലാകത്തില്ല. നമുക്ക് എടുക്കാം. മറ്റേ ഈ സാധനം എനിക്ക് വയ്യ. മറ്റേ പ്രസ്സിങ് സാധനം അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ചെറുതാണ്, പൊട്ടിക്കണം, റിട്ടേൺ കൊടുത്തു വിടാനോ? ഓക്കെ. അപ്പൊ ഇത് സാധനം ചെറുതാണ്, അത് റിട്ടേൺ കൊടുത്തു വിടണം. സോ നമ്മുടെ ഇതെല്ലാം ഇട്ട് പാക്ക് ചെയ്യുന്നു, റിട്ടേൺ കൊടുത്തു വിടണം. അപ്പൊ അടുത്ത് പൊട്ടിക്കും. ഇനി അടുത്തൊരു പാക്കറ്റ് ഉണ്ട്. കാണിച്ചേ, അതേത് ഐറ്റം? എന്നതാ ഐറ്റം? ഇതാണെങ്കിൽ ചേരവയും ഇഡലി ഉണ്ടാക്കുന്ന സാധനം. ഇന്ന് എന്നാ വിലയായിരുന്നു ഈ സാധനത്തിന്? 600. ഇതിന് 600 അല്ലേ? ഇതിന് ഏകദേശം 600 രൂപ വിലയാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഞാൻ ആമസോണിൽ കയറി വാങ്ങിക്കാം അല്ലേ? ഫ്ലിപ്കാർട്ട്. ഇതിൻ്റെ ഇംഗ്ലീഷ് പറയുന്ന പേരെന്തോ? പൂരി പ്രസർ അല്ലേ? പൂരി പ്രസർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കൊള്ളാം, ഫുള്ള് കളർഫുൾ ആണല്ലോ. നമ്മുടെ ചിരക വരെ ആമസോണിൽ കിട്ടും. കൊള്ളാമല്ലോ. ഇത് കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം. ഇതിന് എത്ര, എന്താ വില? 600 സംതിങ് അല്ലേ? കൊള്ളാമല്ലോ. സംഭവം നല്ല ക്വാളിറ്റി ഉണ്ടെന്നു അല്ലേ? ഇടിയപ്പത്തിനാ? ഇനെന്താ വിലയാ? 600 അല്ലേ? ഇതിനോ? ഇതിനെല്ലാം 600 സാധനം. പക്ഷെ എത്ര ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെ സാധനമാണ്, പൈപ്പാ. പക്ഷെ നല്ലൊരു പിടി പിടിച്ചാണല്ലോ. ഇത് ഇന്നോടൊന്ന് വെൽഡ് ചെയ്ത് നല്ലതായിരിക്കും. നമ്മുടെ ഇവിടെ തന്നെ ഒന്ന് വെൽഡ് ചെയ്ത് നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും ചിരവയോ ഇതുപോലെ, ചിരവയ്ക്ക് എന്താ ഇംഗ്ലീഷ് പറയുന്നത്? ചിരയ്ക്കുക കോക്കനട്ട് ഗ്രൈൻഡർ ആണ് കാണിച്ച്. ക്രഷിങ് കോക്കനട്ട് ക്രഷർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എക്സ്ട്രോ കോക്കനട്ട് സ്ക്രാപ്പർ വിത്ത് കിച്ചൺ പ്രസ്. ചെറിയ ചിരയ്ക്കുന്നതിന് ഒരു നീണ്ട ഒരു ലൈൻ പേജിലുള്ള ഇംഗ്ലീഷുകാരുടെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് മുന്നോട്ട് പോകാം. നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? ഇനി വേറൊരു കാര്യം ഞാൻ കാണിക്കാം കേട്ടോ. മമ്മിയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, പുള്ളിക്കാരി ഇവിടെ താഴെ ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കാണിക്കാം. ഒരു മീനിൻ്റെ കുളം ഉണ്ടാക്കണം. കാരണം താഴെ വസ്തുവൊക്കെ ചുമ്മാ കിടക്കും. അപ്പോൾ എന്നാൽ എന്തെങ്കിലും ഒരു പരിപാടി, കാരണം റബ്ബർ വെട്ടുന്നില്ല. സോ ഒരു മീൻ കുളം ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം. അതിന് മുന്നേ മമ്മി ഉണ്ടാക്കിയ കുളം ഒന്ന് കാണിക്കാം. പാവം അത്രയെങ്കിലും ചെയ്തില്ലേ. ആരുടെയും ഇൻസ്ട്രക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പുള്ളിക്കാരി കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് മീനൊന്നും ഇല്ല. ഇന്ന് വലയൊക്കെ വലിച്ച് കെട്ടി നല്ല കാര്യമായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണും കേട്ടോ. ഓക്കെ. ഈ വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാ. അവൾ പിക്കപ്പ് എടുത്തോണ്ട് പോയി കേട്ടോ. ഇവിടെ എല്ലാവരും പിന്നെ വണ്ടി ഓടിക്കുക, അതുകൊണ്ട് അത് വലിയൊരു മെച്ചം കേട്ടോ. ഒന്നും പറയണ്ട. എന്തായാലും നമുക്ക് താഴോട്ട് പോയി മീൻകുളം വന്നേക്കാം. മമ്മി ഇവിടെ ഇല്ല, അപ്പോൾ അതൊരു വലിയ സീനാണ്. സോ മമ്മി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ നമ്മുടെ മീൻകുളത്തിനോട്ട് പോവാണ്. മമ്മിയുടെ മീൻകുളം. സോ ഇവിടെ ഫുള്ള് വൃത്തിയായിക്കൊണ്ടിരിക്കുക. ചേച്ചി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ ഇവിടെ എല്ലാം ഒന്ന് റെഡിയാകണം. കാരണം ഒരു വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ മമ്മിയും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ കുറച്ച് വേലക്കാരും മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ. പിന്നെ പെങ്ങന്മാർ രണ്ടുപേരും, ഒരാൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകും, ഒരാൾ അങ്ങ് പോകും, അതായത് പഠിക്കാനായിട്ട് ബാംഗ്ലൂർ അങ്ങ് പോകും. സോ ഇവിടുത്തെ കാര്യം ശങ്കരൻ തെങ്ങയിലാണ്. അപ്പോൾ അവർ രണ്ടുപേരും അവരാ കൊണ്ട് പറ്റുന്ന അമ്മച്ചിക്കൊന്നാ വയ്യ, മമ്മി മാത്രമേ ഉള്ളൂ. അപ്പോൾ മമ്മി എല്ലാ കാര്യം കൂടെ അമ്മയ്ക്ക് പറ്റത്തില്ല. അപ്പോൾ ഇനി നമ്മുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടൊന്ന് ഓർഡർ ആക്കണം ഫുള്ള്. പറഞ്ഞാൽ ഒരുപാട് സ്ക്രാപ്പ്, അതുപോലെ ഒരുപാട് മെഷീനറീസ് എല്ലാം ഒന്ന് ഓർഡർ ആക്കണം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി ചെയ്യാനുള്ള ഷെഡുണ്ട് താഴെ. ഷെഡിനകത്തോട്ട് വണ്ടി ഇടാം. ഞാനിപ്പോൾ ഷെഡ് ഇന്ന് കാണിക്കാം. ജസ്റ്റ് ഒന്ന് ഓവറുള്ളൂ. നമ്മുടെ എല്ലാ മെഷീനറീസും ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട് നമ്മുടെ കയ്യിൽ. സോ ഇനി ഒരു ലെയ്ത്തിൻ്റെ സംഭവം വരുന്നുണ്ട്. ലെയ്ത്ത് ആണെങ്കിൽ ഞാനിവിടുത്തെ ഒരു സെക്കൻഡ് ഹാൻഡ് ലെയ്ത്ത് മെഷീനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മെഷീനറി വർക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് മമ്മി എന്നിട്ട് ഇവിടെ ചെറിയൊരു പാർക്കെട്ട് പോലെ ഉണ്ടായിരുന്നേ. മമ്മി എന്ത് ചെയ്യുന്നറിയോ, ആ പാർക്കെട്ട് അവിടെ കുഴിയൊക്കെ പിള്ളേരെ വെച്ച് ഞാൻ കഴിഞ്ഞ തവണ വന്ന സമയത്ത് കുഴിയൊക്കെ എടുത്ത് സെറ്റാക്കിയിരുന്നു. നമ്മുടെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു തണ്ണിത്തോട്ട് എന്നുള്ള. നമ്മുടെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം, ഒരു മീൻ പിടിച്ച കുളത്ത് അതിൻ്റെ കൂടെ കുറച്ച് ആൾ വർക്ക് ചെയ്തൊരു പയ്യൻ. അപ്പോൾ അവനിപ്പോൾ ചില പ്രശ്നങ്ങൾ കൊണ്ട് അവനിപ്പോൾ വരുന്നില്ല. അവൻ്റെ അവിടെ ഒന്ന് പോകണം നമുക്ക്. അവനെടുത്ത കുളമായത് കേട്ടോ. എന്തായാലും നീറ്റായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്, നല്ല സൈഡിൽ ടാർപ്പയൊക്കെ ഇട്ട്. അപ്പോൾ നമുക്കിവിടെ പറ്റുവാണെങ്കിൽ ഒരു വലിയൊരു കുളം കുഴിച്ചിട്ട് നമുക്ക് ഒരു നല്ലൊരു മീൻ കുളം സെറ്റ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ആവശ്യം തന്നെ ഒരുപാട് മീനൊക്കെ വാങ്ങിക്കുന്ന കാര്യം അതെ അതൊരു നല്ലൊരു ഓപ്ഷനാണെന്ന് കരുതി ഞാനെന്നാ. നമ്മൾ വെറുതെ അവിടെ ഇവിടെയും കൊണ്ട് പൈസ കളഞ്ഞിട്ട് കഥയില്ലോ. കുറേ ട്രാവൽ ചെയ്തു, ഒരുപാട് ട്രാവൽ ചെയ്തതിൻ്റെ വെളിച്ചത്ത് നമുക്ക് പല പല ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നമ്മുടെ വീടും പരിസരമൊക്കെ നിന്ന് കറങ്ങാമെന്നുള്ള പ്ലാനാണ്. അതോടൊപ്പം റിങ്കി കഴിഞ്ഞ സമയം ഞാൻ പണി കൊടുത്തില്ലായിരുന്നു. അപ്പോൾ അവൾക്കൊരു കേക്ക് വാങ്ങിക്കണം, കേക്ക് ഓർഡർ ചെയ്യണം. അപ്പോൾ ഇന്നലെ അവർ രണ്ടുപേരും കൂടെ ഇന്നലെ നമ്മുടെ ആൻറ്റി ഇതുപോലെ ഹൈദരാബാദിന് പോകുമായിരുന്നു. സോ ആൻറ്റിയെ കൊണ്ടുവിടാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് പോയേക്കായിരുന്നു രണ്ടുപേരും കൂടെ. അപ്പോൾ അത് കഴിഞ്ഞു അവർ രണ്ടുപേരും പോയി പോയി പർച്ചേസൊക്കെ ചെയ്തൊന്ന് തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന് സർപ്രൈസായിട്ട് നമുക്കൊരു കേക്ക് വാങ്ങിച്ച് മുറിച്ച് കൊടുക്കണം. ഇന്നലെ വൈകിട്ട് കുക്കിങ്ങൊക്കെ ചെയ്യണമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, ഒന്നും നടന്നില്ല, എല്ലാം ഫ്ലോപ്പായി, സോറി. അപ്പോൾ കാണാം, ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം. വൈകുന്നേരം വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ കുറേയേറെ പരിപാടിയുണ്ട്. കാര്യം ഇന്നിപ്പോൾ മരം മുറിക്കാൻ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം റബ്ബറിൻ്റെ മരം പറഞ്ഞില്ലായിരുന്നു, ആ മരം മുറിക്കാൻ പറ്റിയില്ല. ഇന്ന് മരം മുറിക്കാൻ രണ്ടുപേര് വരും. അപ്പോൾ നമ്മുടെ ചങ്കരെ എടുത്ത് മാറ്റിയിട്ടു. അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും നടന്നു. സോ എണ്ണിക്കാനും ഒരുപാട് ലേറ്റായിപ്പോയി. അപ്പോൾ കാണാം. പിന്നെ നാളത്തെ ഒരു പരിപാടിയുണ്ട്. നാളെ നമ്മുടെ ഇവിടെ നാടിനടുത്ത് വെച്ച് ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ പയ്യാറ്റൂഴ അവിടെ ആണെങ്കിൽ ഒരു വടംവഴി മത്സരം. നമ്മുടെ ഒരു ചങ്കുകളെല്ലാം കൂടെ വന്ന് വിളിച്ചു കളിയാ വരണം. പിന്നെ നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ പരിപാടിക്കല്ല, പിന്നെ നമ്മളെ ഏത് പരിപാടിക്കാണ് പോകേണ്ടത്. അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ അടിച്ച് പൊളിക്കും. നാളെ നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവാം. അപ്പോൾ കാണാം. ഇനി അങ്ങോട്ട് പോകാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഷെഡിൻ്റെ കാര്യം. ഇത് റബ്ബർ റോളറാണ് കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്യാതിരിക്കും. അതിന് വേറെ സെറ്റപ്പ് ആക്കണം. അത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാം. അതൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ആ റോളറിൻ്റെ സംഭവമൊക്കെ മാറ്റി വേറെ സംഭവം നമ്മൾ ചെയ്യാനുള്ള പ്ലാനുണ്ട്. അതിനിടയ്ക്ക് ഇപ്പോൾ 2-3 പേര് വന്ന് ചൊളുവിന് അടിച്ചുകൊണ്ട് വന്ന് നോക്കി. അവരോടൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമ്മുടെ മില്ലിൻ്റെ ഷെഡ് അതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൈഡ് ഓടാണ്. ഈ ഓടെന്താ പൊളിക്കാത്തതിന് അതൊരു വലിയൊരു കാരണമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പൊളിക്കാത്തത് നമ്മുടെ ഷെഡ്. അപ്പോൾ അതിവിടെ അപ്പോൾ നമ്മുടെ ഷെഡ് ഇതാണ്. ഇതിനകത്താണ് കട്ട്ല, ജനൽ, ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചതുണ്ടോ. 2 പാളി 3 പാളി ജനലൊക്കെ ചെയ്ത് വെച്ചത്. ഇതിനൊക്കെ നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത്, റീറ്റെയിൽ റേറ്റ് കൊടുക്കത്തില്ല. പിന്നെ ഞാനിവിടെ എല്ലാം ഒരുപാട് സാധനങ്ങൾ പണി വെച്ചിട്ടുണ്ട്. പിന്നെ അലമാരിയെ, അതുപോലെ കട്ട്ല, ജനൽ, ഡോറ് എല്ലാ ഐറ്റവും എല്ലാം ഹോൾസെയിൽ റേറ്റ് വിലയില്ല കേട്ടോ. പിന്നെ കുറേ മെഷീൻ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. എല്ലാം ഇതായി കിടക്കും കേട്ടോ, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടെ കൊണ്ട് കയറ്റിയിട്ട് ഇവിടെ ഇട്ട് പണി ചെയ്യാനാണ്. നമുക്ക് അത്യാവശ്യം എല്ലാ മെഷീനറീസ് ആക്സസാണ്. ചെറിയ കമ്പർസറ്, വലിയതാണ്. ഇത് ഈ ഒരു കമ്പർസർ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ. ഇതിനപ്പോൾ ഇതൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യേണ്ടത്. ഇത് കോയമ്പത്തൂർ നേരത്തെ 1 ലക്ഷം രൂപ ഈ സാധനം ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തപ്പോൾ. പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്യാനുള്ള ഗണ്ണൊക്കെ ഇരിക്കുന്ന സംഭവങ്ങൾ. ഇനി ഇവിടെ നമുക്ക് ലൈറ്റൂടെ സെറ്റ് ചെയ്യണം. ലൈറ്റൂടെ സെറ്റ് ചെയ്താൽ സംഭവം സെറ്റാവും. അതുപോലെ തന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഇതൊക്കെ എയർ ഗണ്ണ് ഞാൻ മറ്റേ തോക്കല്ല കേട്ടോ. കാരണം ഞാൻ നമ്മുടെ ഫുൾ കവറിങ് സെറ്റ് ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോൾ ഫുൾ കവറിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നല്ല രീതിയിൽ ചെയ്തു. എൻ്റെ കുറേ കിടപ്പുണ്ട് സ്റ്റോക്ക്. ആ സ്റ്റോക്കൊക്കെ ഒരു ദിവസം ഞാൻ കാണിക്കാം. അതൊക്കെ ഇനി ഒരുപാട് കാര്യം കുറേ സ്റ്റോക്ക് നമുക്ക് വിറ്റ് ഔട്ട് ആക്കാറുണ്ട്. ഔട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു ഡാമേജ് വരാതെ പൊടി അടിച്ചിരിക്കുക. അപ്പോൾ അതെല്ലാം ഇനി ഒന്ന് സെറ്റപ്പാക്കി ഒന്ന് സെറ്റപ്പ് ചെയ്ത് ഒന്ന് കൊണ്ടുവരണം. കുറേ പരിപാടികളുണ്ട്. അതൊക്കെ ഒരു പ്ലാനാണ് മനസ്സിൽ. അതൊക്കെ എൻ്റെ ഫ്യൂച്ചർ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ തേനീച്ചപ്പെട്ടിയുടെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്താലോ എന്നൊരു ആലോചനയില്ലല്ലോ. കാരണം എന്താ പറയുക, നമുക്കിവിടെ ഒരുപാട് വേസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ വേസ്റ്റ് ഇട്ട് തേനീച്ചപ്പെട്ടി, കാരണം നമ്മുടെ അടുത്തൊക്കെ പലയിടത്തും ഇങ്ങനെ കേട്ടു തേനീച്ചപ്പെട്ടി ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പിള്ളേർക്ക് പണിയാവും, ആശാരിമാർക്ക്. അതൊരു പരിപാടി ഇങ്ങനെ അതൊന്ന് കമൻറ്റ് ചെയ്യണം. ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വകുപ്പ് എവിടെയെങ്കിലും ചെയ്യുന്നതുണ്ടെങ്കിൽ ഒന്ന് പറയണം. കാരണം എങ്ങനെ അതിൻ്റെ ഐഡിയ ഇല്ല.
സോ അതും സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. കാരണം നമ്മുടെ കയ്യിൽ എന്തുണ്ട് അതാണ് നമ്മുടെ മെയിൻ മോട്ടോ. അത് കാര്യം ഒന്നും എനിക്കൊന്നും പറ്റത്തില്ല, കഴിയത്തില്ല എന്നുള്ളൊരു ചിന്തയെ അങ്ങോട്ട് മാറ്റുക. നമ്മളെക്കൊണ്ട് പറ്റും നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതാണ്. പിന്നെ ചിലർ നെഗറ്റീവ് പറയും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതാറായെന്നൊക്കെ പറയും. നെഗറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവുകൾ പാമ്പറ, നമ്മൾ മൈൻഡേ വേണ്ടവരെ. അതുപോലെ കാരണം ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലുള്ള ഇത് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ സന്തോഷം. അപ്പോൾ ആ സന്തോഷം നമ്മൾ വരുമ്പോഴല്ലേ ആ സന്തോഷം ഒക്കെ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തായാലും വീടുമായിട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ചു വീട്ടിലെല്ലാവരോട്ടും അടിച്ചു പൊളിച്ചു. ചിലപ്പോൾ ചില പ്രാങ്കും ചില കോമഡികളൊക്കെ നടക്കും, അത് സ്വാഭാവികം. അപ്പോൾ അത് വീഡിയോയിലൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ല. എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. സോ എല്ലാവരും ചിലരൊക്കെ പറയും ഇപ്പോൾ തന്നെ നിസ്സാരം പറയണം, ചുമ്മാ ഒരുത്തം വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ അവന് കിടന്ന് നന്നിട്ട് ഉറങ്ങുക, അവരൊരു പണിയും ചെയ്തില്ലേ ആർക്കും ഒരു വിഷയമില്ല. എന്തൊരു ആഘോഷമോ എന്തൊരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറ്റത്തോടെ കുറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം മാക്സിമം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക, മറ്റുള്ളവരുടെ നെഗറ്റീവ്സൊക്കെ അങ്ങോട്ട് കളയുക. പിന്നെ എനിക്ക് 2 പെങ്ങന്മാരുണ്ട്. പിന്നെ എനിക്കൊരു മോളുണ്ട്, അതിൻ്റെ വൈഫ് ഹൗസിലാണ്. അപ്പോൾ അതൊക്കെ വിഷയങ്ങളൊക്കെ അറിയാമല്ലോ. സോ എനിവേ സന്തോഷമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ അതായത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഇവിടെ കട്ട്ല ജനൽ ഡോർ, അതുപോലെ തന്നെ പിന്നെ വേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയി. ഇതുണ്ടോ ചെറിയ ഈ ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള നമ്മുടെ ഇവിടെ നിന്ന് വേസ്റ്റ് പട്ടിക എടുത്ത് വെച്ചാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, കുറേ വേസ്റ്റ് പട്ടി. അപ്പോൾ അതനുസരിച്ചുള്ള അതായത് വെള്ളയും കാതലും എല്ലാം മിക്സാണ് കേട്ടോ, അതനുസരിച്ചുള്ള വില കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് പെയിൻറ്റ് ചെയ്ത് എല്ലാം നീറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെടിച്ചട്ടികളൊക്കെ വെക്കാനുള്ള സംഭവങ്ങളുണ്ട്. അതുകൂടെ നമുക്ക് കുറേ ടയർ കിടപ്പുണ്ട്. ആ ടയറെല്ലാം ഇനി പെയിൻറ്റ് ചെയ്ത് ഓരോ ഏരിയയ്ക്ക് ഓരോരോ പേരൊക്കെ കൊടുത്ത് സെറ്റപ്പ് ചെയ്യണമെന്നൊക്കെ. പിന്നെ ഐഡിയാസൊക്കെ ഉണ്ട്, ഷെയർ ചെയ്യുക. അപ്പോൾ മറക്കണ്ട, നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മളങ്ങോട്ട് പൊളിക്കുക. അതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഈ ബിൽഡിങ് ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ ബിൽഡിങ് റൂമുകൾ ഞാൻ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഓരോ ദിവസവും ഓരോ കടകളിൽ കയറി അവരെ നമ്മളെ കൊണ്ട് പറ്റുന്ന അവർക്കും ചെയ്ത് കൊടുക്കാം. നമ്മുടെ കടകളിലല്ലേ നമുക്ക് വാടക വരുന്നല്ലേ മന്ത്ലി. അപ്പോൾ നല്ലൊരു ഇൻകം വാടക വരുന്നു. അപ്പോൾ അവർക്ക് ആ ഒരു ഇൻകം അവർക്ക് വേണ്ട പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യും, നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ. ലോക്കലാണ്, എന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മളല്ല പിന്നെ വേറെ ആരാ വളർത്തുക. സോ അപ്പോൾ എൻജോയ് വിത്ത് ഹോളിഡേ. അപ്പോൾ ഗുഡ് ബൈ, കാണാം, ബൈ.